ഉദാഹരണത്തിന് നമുക്കൊരു മീനിന്റെ കഥ പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഫൈസി വ്ളോഗ്സ് ആൻഡ് ബുക്ക് ട്യൂബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യുന്ന 90% കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ചിലരാകട്ടെ അതിൽ തളർന്നു പോകും, മറ്റു ചിലരാകട്ടെ അവരുടെ ജീവിത ലക്ഷ്യം, അവരുടെ ആഗ്രഹം നേടിയെടുക്കുന്നത് വരെ അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. മോട്ടിവേഷൻ പറയാനും അത് കേൾക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നിരന്തരം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, അടിയുറച്ച് വിശ്വസിക്കണം, ഉറച്ച ഒരു തീരുമാനമെടുക്കണം. അതിലെല്ലാം ഉപരി കഠിനമായി പ്രയത്നിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പല ആളുകളും അവരുടെ ലക്ഷ്യം നേടാൻ പൊരുതി അവസാനം വിജയത്തോട് അടുത്തെത്തുന്ന സമയത്ത് അവർ പിന്മാറി വരുന്ന കഥകൾ നമ്മൾ ഒരുപാട് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. പല സാഹചര്യങ്ങളായിരിക്കും, അവരൊട്ടും വൈകിട്ടുമില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് അവസരങ്ങൾ മുന്നിൽ കിടക്കുന്നുണ്ട്. അവർ ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാൻ കാരണം സാഹചര്യങ്ങളാവാം എന്ന് പറഞ്ഞു. ഒരു പക്ഷേ വീട്ടിൽ നിന്നുള്ള സാഹചര്യമാകാം, സുഹൃത്തുക്കളിൽ നിന്നുള്ള സാഹചര്യമാകാം, വ്യക്തിപരമായ സാഹചര്യങ്ങളാകാം, നിയമപരമായ സാഹചര്യങ്ങളാകാം, ആരോഗ്യപരമായ സാഹചര്യങ്ങളാകാം. അങ്ങനെ സാഹചര്യങ്ങൾ എന്തുമാവാം. പക്ഷേ അവർ കഴിവില്ലാത്തവരല്ല. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എവിടെ വെച്ചോ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അവർ മാറിപ്പോയി. അവർ ചിന്തിച്ച ആ കാര്യങ്ങളിൽ നിന്ന് അവർ മാറിയത് കൊണ്ടായിരിക്കാം അവരുടെ തീവ്രത കുറയാനുള്ള കാരണം. ഉദാഹരണത്തിന് നമുക്കൊരു മീനിന്റെ കഥ പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഒരു വ്യക്തി പ്രകൃതിയിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇദ്ദേഹം അതിൽ വലിയൊരു മീനിനെ കൊണ്ടിട്ടു. കഥയായതുകൊണ്ട് നമുക്ക് സ്രാവിനെ കൊണ്ടിട്ടു എന്ന് പറയാം. എന്നിട്ട് അദ്ദേഹം ആ സ്രാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുമീനുകൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിനെയും കൊണ്ടിട്ടു. കുറച്ചു നേരങ്ങൾക്കുള്ളിൽ ആ സ്രാവ് അറ്റാക്ക് ചെയ്ത ചെറുമീനുകളെല്ലാം കഴിച്ചു തീർത്തു. പക്ഷെ പിറ്റേ ദിവസം അദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ്. ചെറുമീനുകളെ ഇട്ടു, കൂടെ സ്രാവിന് കഴിക്കാവുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങളും അതിലിട്ട് കൊടുത്തു. സ്രാവാകട്ടെ പെട്ടെന്ന് ആ മീനുകളെല്ലാം കഴിച്ചു തീർത്ത ശേഷം ആ ഭക്ഷണ സാധനങ്ങളും കഴിച്ചു തീർത്തു. അങ്ങനെ 2-3 ദിവസം അത് തുടർന്നു. അതിനുശേഷം ഇദ്ദേഹം ചെയ്തത് ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ നടുവിലായിട്ട് ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് വെച്ച് തടുത്തു. ഒരു സൈഡ് മീനുകളും ചെറുമീനുകളും, മറ്റേ സൈഡ് സ്രാവും അതിനുള്ള ഭക്ഷണങ്ങളും. സ്രാവാകട്ടെ ആ മീനുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ഗ്ലാസിൽ തട്ടി പിന്നോട്ട് വരും. പക്ഷെ കുറെ നേരം അത് നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ തുടരുന്നതിന്റെ തീവ്രത കുറഞ്ഞു വന്നു. ഇത് വിശന്ന സമയത്ത് അവിടെയുള്ള ഭക്ഷണങ്ങൾ എടുത്ത് സന്തോഷത്തോടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. വീണ്ടും അത് മീനുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി, തിരിച്ചു വന്നു, വീണ്ടും ഭക്ഷണം കഴിച്ചു കൂടിയിരുന്നു. അങ്ങനെ അത് ദിവസങ്ങൾ തുടരുന്ന സമയത്ത് സ്രാവിന് മനസ്സിലായി, ഇനി ഞാൻ എത്ര പോയാലും എനിക്ക് ആ ഒരു ഇത് തട്ടി തിരിച്ചേ വരുള്ളൂ, എനിക്ക് ആ മീനുകളെ കിട്ടില്ല. സന്തോഷത്തോടെ ഇവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട്, അത് കഴിച്ചിരിക്കാം എന്ന് സ്രാവ് ചിന്തിച്ചിരിക്കാം. സ്രാവ് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോയതേയില്ല. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെയ്തത് ആ ചില്ല് ഗ്ലാസ്, ആ തടസ്സം അതിൽ നിന്ന് എടുത്തു മാറ്റി. പക്ഷേ ആ സ്രാവ് ആ മീനുകളെ പിടിക്കാൻ പോയില്ല എന്നാണ് നമുക്ക് ആ കഥയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഒരു സ്രാവിന്റെ തടസ്സം മുന്നിൽ നിന്ന് മാറ്റി വെച്ചിട്ട് പോലും സ്രാവ് അതിനുവേണ്ടി പ്രയത്നിക്കാതിരുന്നത് ഒരുപക്ഷെ അതിന്റെ ചിന്തയിലുണ്ടായ മാറ്റങ്ങളായിരിക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ ഈ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾക്ക് എന്താണ് ഈ കഥയിൽ നിന്ന് മോറലായിട്ട് മനസ്സിലാക്കാൻ കഴിയുക? നമ്മൾ പല പ്രാവശ്യം പറയുന്ന ഞാനാകട്ടെ, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നിങ്ങളാകട്ടെ, പല പ്രാവശ്യം ചെറുതും വലുതുമായുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായി നമ്മൾ നിരന്തരം പ്രയത്നിച്ചിരുന്നു. പക്ഷേ കുറെ ദിവസങ്ങൾ അതിന് ചെറിയ ചെറിയ തടസ്സങ്ങൾ കാണിച്ചപ്പോൾ അത് നമുക്ക് പറ്റിയതല്ല, നമുക്ക് വിധിച്ചതല്ല എന്ന് നമ്മൾ കരുതി പല പ്രാവശ്യം തിരിച്ചു വന്നതുകൊണ്ടായിരിക്കാം ഇതുവരെ ചില ചെറിയ കാര്യങ്ങളും ചില വലിയ കാര്യങ്ങളും നമുക്ക് നേടാൻ കഴിയാതായത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾക്ക് ചില സമയങ്ങളിൽ എല്ലാ തടസ്സങ്ങളും മാറി കയ്യെത്തും ദൂരത്ത് നമ്മുടെ വിജയങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ അത് എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് പല സമയങ്ങളിലും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായത്. തീർച്ചയായും ഇനി നമ്മൾക്കുള്ള മനോഭാവം നമ്മൾ മാറ്റണം. ഏതു കാര്യം നിർത്തുന്നതിന് മുൻപ് ഒരു 1-2 പ്രാവശ്യം കൂടി നമ്മൾ ട്രൈ ചെയ്യാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ചെയ്യുക. അതെനിക്കും ഉള്ളൊരു
മോട്ടിവേഷനാണ്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലല്ല കാണുന്നത് എങ്കിൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഫൈസി വ്ളോഗ്സ് ആൻഡ് ബുക്ക് ട്യൂബ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ കാണാൻ വേണ്ടി കഴിയും. എല്ലാവർക്കും വരും ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ സന്തോഷ വാർത്തകൾ കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.